സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗതം പൂർണ്ണ സ്തംഭനത്തിലേക്ക്. സംസ്ഥാനത്തെ റെയിൽവേ ട്രാക്കുകളിൽ 202 വിള്ളലുകൾ ഉണ്ടെന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം പറഞ്ഞു. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം ഷൊർണൂർ പാതയിൽ വേഗത നിയന്ത്രിക്കാൻ ലോക്കോ പൈലറ്റുമാർക്ക് നിർദ്ദേശം നൽകി. പല ട്രെയിനുകളും വൈകും. അതേസമയം കറുകുറ്റി ട്രെയിൻ അപകടത്തിൽ ഉന്നതതല സംഘം തെളിവെടുപ്പ് ആരംഭിച്ചു. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, പറയൂ. സുരാജ് പറഞ്ഞതുപോലെ തന്നെ ഒരു അനിശ്ചിത അവസ്ഥയിലേക്കാണ് ട്രെയിൻ ഗതാഗതം നീങ്ങുന്നത്. ഇത് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി അറിയിച്ച ഒന്നല്ല. ഈ 202 വിള്ളലുകൾ ഷൊർണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ട്രെയിനിൻ്റെ പാളങ്ങളിലുണ്ട് എന്നുള്ളത്. അത് ഇന്നലെ ഓൾ ഇന്ത്യ റെയിൽവേ എഞ്ചിനീയേഴ്സ് ഫെഡറേഷൻ്റെ ഒരു പ്രസ് റിലീസിൽ അവർ വ്യക്തമാക്കിയതാണ്. അവർ നേരത്തെ നടത്തിയ പരിശോധനയുടെ ഭാഗമായി അവർ വ്യക്തമാക്കിയ കാര്യമാണ്. ഇത്തരത്തിൽ 202ഓളം വിള്ളലുകളുണ്ട്. ഷൊർണൂർ മുതൽ കൊച്ചി വരെ തന്നെ ഏതാണ്ട് 96ഓളം സ്ഥലങ്ങളിൽ പാളങ്ങൾക്ക് പൊട്ടലുകളുണ്ട്. ഇത് മാറ്റി സ്ഥാപിക്കണമെന്ന് ഇവർ നേരത്തെ തന്നെ റെയിൽവേ അറിയിച്ചിരുന്നു എന്നാണ് ഇവർ പ്രസ് റിലീസിലൂടെ അറിയിക്കുന്നത്. അതായത് IMR എന്നൊരു നോട്ടിഫിക്കേഷനാണ് ഇവർ ഈ ഒരു പൊട്ടലുകളെ അറിയിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഏറ്റവും പെട്ടെന്ന് അടിയന്തരമായി പരിഹരിക്കേണ്ട പ്രശ്നമായാണ് ഇതിനെ കണ്ടിരുന്നത്. അപകടങ്ങൾ വിളിച്ചു വരുത്താതിരിക്കാനാണ് ഇവർ മുൻകൂട്ടി ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞതെന്നാണ് ഇവർ അറിയിക്കുന്നത്. സുരാജ്, ഈ ഒരു കാര്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ പൊട്ടൽ, അതായത് 96 പൊട്ടലുകൾ ഷൊർണൂർ മുതൽ കൊച്ചി വരെ കണ്ടെത്തിയതിൽ ഈ കറുകുറ്റിയിലെ അപകടം നടന്ന സ്ഥലവും പെടുന്നു. ഈ ഒരു പാളം നേരത്തെ തന്നെ പുനർനിർമ്മിക്കാൻ, അല്ലെങ്കിൽ ആ പാളം മാറ്റി വെച്ചതിന് ശേഷം അത് വെൽഡ് ചെയ്യാൻ ഇവർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ആ ഒരു നടപടി റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയതെന്ന് ഇവർ വ്യക്തമാക്കുന്നു. ഇതിനെ സംബന്ധിച്ച പൂർണ്ണമായി എന്താണ് അപകട കാരണം എന്ന് തെളിയിക്കുന്നതിന്, അല്ലെങ്കിൽ എന്ന് വെളിവാകുന്നതിന് വേണ്ടിയാണ് റെയിൽവേ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. റെയിൽവേ സെക്യൂരിറ്റി ഓഫീസർ ജോൺ തോമസിന്റെ നേതൃത്വത്തിൽ 4 അംഗ ഉന്നതതല സംഘം രാവിലെ തന്നെ എറണാകുളം ഏരിയ മാനേജറുടെ ഓഫീസിൽ യോഗം ചേരുന്നുണ്ട്. 9:30 തന്നെ ഇതിന് ഈ തെളിവ് നൽകാനായി ഈ അപകടം നടന്ന മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റുമാർ, അതുപോലെ ചെന്നൈ എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റുമാർ, ഈ അപകട സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന റെയിൽവേ ഉദ്യോഗസ്ഥർ, ട്രാക്ക് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെല്ലാം രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 40ഓളം പേർ നിലവിലൂടെ എത്തിയിട്ടുണ്ട്. 5 പേരെ മാത്രമാണ് ഇതുവരെ തെളിവെടുത്തിട്ടുള്ളത്. ഈ സംഭവ സമയത്ത് ട്രെയിനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർ 4 പേരുണ്ട്. ഇവരുടെ ഒന്നും മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്ന് 5 മണി വരെ സിറ്റിംഗ് ഉണ്ടാകും. ഇതിനുശേഷം 4 ദിവസം വീണ്ടും സിറ്റിംഗ് തുടരാനാണ് സാധ്യത. 9 ദിവസം ഇതിനെ സംബന്ധിച്ച റിപ്പോർട്ട് റെയിൽവേക്ക് സമർപ്പിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. സുരാജ്, ശരി, അലക്സാണ് വിവരങ്ങൾ പങ്കുവച്ചത്.